الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. റമദാൻ പിന്നിട്ട ശേഷം നാം വീണ്ടും ഖുർആൻ പഠനം ആരംഭിക്കുകയാണ്. സൂറ അൽ അൻആം ആണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 118 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു. ഇന്ന് നമുക്ക് 119 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലക്കും അല്ലാ തഅകുലൂ മിമ്മാ റസ്മുല്ലാഹി അലൈഹി اسم عليه وقد فصل لكم حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين. വിശ്വാസപരമായ ചില അടിസ്ഥാനങ്ങളാണ് സൂറത്തുൽ അൻആമിലെ മുഖ്യ പ്രതിപാദ്യം എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദൈവത്വത്തെയും ബഹുദൈവത്വത്തെയും വേർതിരിച്ച് കാണിക്കുകയാണ് സൂറത്തുൽ അൻആമിൽ. ഇവിടെ ഒടുവിലായിട്ട് അല്ലാഹു തആല ഭക്ഷ്യ നിയമമാണ് പറഞ്ഞു തുടങ്ങുന്നത്. കഴിഞ്ഞ സൂക്തത്തിൽ 118 സൂക്തത്തില് നാം ഓർക്കുന്നുണ്ടാകും, ഫകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ട മാംസം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവിൻ. ഇൻ കുന്തും ബി ആയാത്തിഹി മുഅ്മിനീൻ, നിങ്ങൾ അവന്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. 118 സൂക്തം അങ്ങനെയായിരുന്നു പരാമർശിച്ചത്. അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കുക, അത് വളരെ വ്യക്തതയുള്ള ഒരു നിയമമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കണം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും സംവിധാനിച്ചത് അവനാണ്. നിങ്ങൾക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി തന്നത് അവനാണ്. അതിനാൽ അവന്റെ നാമത്തിൽ അറുക്കണം എന്ന് പറയുമ്പോൾ അവനോടുള്ള നന്ദി ബോധത്തിന്റെ ഭാഗമായിട്ട് അവന്റെ നാമം ഉച്ചരിക്കുവാൻ പഠിപ്പിക്കപ്പെടുകയാണ്. ഏകദൈവത്വ സിദ്ധാന്തത്തിന്റെ വളരെ പ്രാഥമികമായ അടിത്തറകളിൽ ഒന്നാണത്. എന്ത് കാര്യവും അവന്റെ നാമത്തിൽ ആരംഭിക്കുക. പ്രത്യേകിച്ച് മൃഗങ്ങളെ അതുപോലെ പക്ഷികളെ ഒക്കെ അറുക്കുമ്പോൾ അത് അവന്റെ നാമത്തിലാവണം എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? പലരും പല ദൈവങ്ങൾക്കും വേണ്ടിയിട്ട് മൃഗബലി നടത്തുന്നുണ്ട്, പലരുടെയും പേരിൽ പലർക്കും നേർച്ചയാക്കിക്കൊണ്ട്. അതിനാൽ യഥാർത്ഥത്തില് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ സാക്ഷാൽ ദൈവം തമ്പുരാന്റെ നാമത്തിലായിരിക്കണം ബലി നൽകുന്നത്, അതുപോലെ അറുത്ത് ഭക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. വളരെ പ്രാഥമികമായൊരു നിയമമാണ്. ഇടക്ക് നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട വിവാദ കോലാഹലങ്ങൾ ഉണ്ടായത് ഓർക്കുന്നില്ലേ? ഹലാൽ ബോർഡുള്ള ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഹലാൽ എന്ന രൂപത്തില് കട്ട് ചെയ്യുന്ന ചിക്കൻ സ്റ്റാളിനെ കുറിച്ച് ഒക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമല്ല. അങ്ങനെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ബലി നടത്തിയാൽ അല്ലെങ്കിൽ മൃഗത്തെ അറുത്താൽ
അത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ പാടില്ല, കാരണം അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവത്തിന്റെ പേരിലാണ് അറുക്കപ്പെട്ടത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ നാമത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ശക്തിയാണ് എല്ലാവർക്കും ജന്മം നൽകിയത്, എല്ലാവർക്കും വായുവും വെള്ളവും വെളിച്ചവും നൽകുന്നത്, ഇവിടെ ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ട് മാറും എന്ന് മനസ്സിലാക്കാം. ഈ ഒരു പ്രകൃതിപരമായ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദൈവനാമത്തിൽ അറുത്തതിനെ ഭക്ഷിച്ചു കൊള്ളുവിൻ, ദൈവനാമം അനുസ്മരിക്കപ്പെട്ടതിനെ ഭക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അന്ന് അറബികളുടെ കാലഘട്ടത്തില്, അന്ന് ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ സാഹചര്യത്തില് അവിടെയും ഇതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരില് ബലി നൽകുന്ന പലവിധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പല പേരുകളിൽ പല ദൈവങ്ങൾക്ക് അവര് മൃഗങ്ങളെ നേർച്ചയാക്കിയിരുന്നു. എന്നിട്ട് ആ ദൈവങ്ങളുടെ പേരിൽ അവയെ ബലി നടത്തുക, അവയെ ആ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞിടുക, നേർച്ച മൃഗമായിട്ട് ഒഴിഞ്ഞിടുന്ന രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലും അതേപോലെയുള്ള ശീലങ്ങൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. പല ദൈവങ്ങളുടെ പേരിൽ ബലി നൽകുന്ന രീതി ഉണ്ടായിരുന്നു. അല്ലാഹു തആല ഇവിടെ ഈ ഒരു ആശയം ഏകദൈവത്വവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പരാമർശിക്കുന്നത് എന്ന് കാണാം. ഇനി 119 ആയത്ത് അതിനെ തന്നെ വിശദീകരണമാണ്. വമാലക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം, അല്ലാ തഅകുലു, നിങ്ങൾ ആഹരിക്കാതിരിക്കാൻ, അൻ എന്തെന്നാൽ ലാ ഇല്ല, തഅകുലു നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായം. മിമ്മ ദുക്കിറ സ്മുല്ലാഹി അലൈഹി, മിമ്മ ഒന്നിൽ നിന്ന്, ദുക്കിറ നാമം ഉച്ചരിക്കുന്നു, ഇസ്മുല്ലാഹി അലൈഹി അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് ഭക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക എന്നാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് ഭക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം. നമ്മുടെ നാട്ടിലെ വിവാദകാലവുമായി ബന്ധിപ്പിച്ചും ഇതേ ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് ഹലാൽ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ കഴിയാതെ വരുന്നു, അതിന് നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും. വഖദ് ഫസ്സല, ഫസ്സല യുഫസ്സിലു വിശദീകരിച്ചു, വഖദ് ഫസ്സല അവൻ അള്ളാഹു തആല വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ, ലക്കും നിങ്ങൾക്ക്, മാ ഹറമ അലൈക്കും നിങ്ങൾക്ക് അവൻ നിഷിദ്ധമാക്കിയത് എന്താണ് എന്ന്. ഹറമ യുഹർരിമു നിഷിദ്ധമാക്കി. ഇല്ല മൗതുരിർത്തും ഇലൈഹി, ഇല്ല ഒഴികെ, മാ ഒന്ന്, യൽതറ യൽതറു നിർബന്ധിച്ചു എന്നാണ്. ഉൽതുറ നിർബന്ധിക്കപ്പെട്ടു, ഉൽതുരിർത്തും നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടതെന്തോ അത്, ഇലൈഹി അതിലേക്ക്, ഏതൊന്നിലേക്ക് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടുവോ അത് ഒഴികെ അല്ലാഹു സുബ്ഹാനഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതാണ് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഖുർആനില് പലയിടങ്ങളിലായിട്ട് ആ വിഷയം വരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലും മറ്റുമൊക്കെ വന്നിരിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കീ കാലഘട്ടത്തിൽ തന്നെ അവതരിച്ച സൂറത്തുൽ നഹ്ലിലെ പരാമർശമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ പറയുന്നത്. അപ്പൊ അത് എന്താണ് വിഷയം? ഇന്നമ ഹറമ അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ മൈത്ത ശവം നിഷിദ്ധമാക്കപ്പെട്ടതാണ്, വദ്ദം രക്തവും നിഷിദ്ധമാണ്, വലഹ്മുൽ ഖിൻസീർ പന്നിമാംസം നിഷിദ്ധമാണ്. അതേപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും നിഷിദ്ധമാണ്. ഇത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. അതേസമയത്ത് സമൂഹത്തിൽ അങ്ങനെ അല്ലാത്ത അറുക്കലും ബലിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈ സൂറയുടെ മുമ്പ് അവതരിച്ച സൂറയിൽ തന്നെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും.
എന്താണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത് എന്നത് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ല മൗതുരിർത്തും ഇലൈ, നിങ്ങൾക്ക് നിർബന്ധിതാവസ്ഥ ഇല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ, നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിലോ ചിലപ്പോൾ പന്നിമാംസം ഹലാലാവുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാള് വിശന്ന് മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു, പട്ടിണി കിടന്ന് കിടന്ന് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അല്പം പന്നിമാംസമാണ് ലഭിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ശവമാണ് ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ രക്തമാണ് കിട്ടുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഉച്ചരിക്കപ്പെടാത്ത ഭക്ഷണമാണ് കിട്ടുന്നതെങ്കിൽ, എന്തായിരുന്നാലും അയാൾക്ക് ഭക്ഷിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള അനുവാദമുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശം. അപ്പൊ സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടതേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സാഹചര്യം ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വമാലക്കും അല്ലാത്ത നമ്മുടെ നാട്ടിലെ ഹലാൽ വിവാദം പോലെ ഒരു സാഹചര്യം അന്ന് മക്കയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അത് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടൊരു വിവാദമായിരുന്നു. മനുഷ്യ മനസ്സുകളെ പരസ്പരം അകറ്റാൻ വേണ്ടിയിട്ട് അവർ സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഹലാൽ കട്ടിങ് എന്നത് മുസ്ലിങ്ങളുടെ മാത്രം രീതിയാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് എന്തിനാണ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധപൂർവം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ്? മക്കയിലെ ബഹുദൈവവാദികള് സത്യവിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കാണ്. എന്താ ചോദ്യം? നിങ്ങൾ അറുത്തതിനെ, നിങ്ങളുടെ കൈകൊണ്ട് അറുത്തതിനെ നിങ്ങൾ തിന്നുന്നു, എന്നാൽ ചത്തുപോകുന്നതിനെ നിങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങൾ ചത്തുപോകുന്നതിനെ കഴിക്കുന്നില്ല, നിങ്ങളുടെ കൈകൊണ്ട് അറുത്തതിനെ നിങ്ങൾ കഴിക്കാൻ. അപ്പൊ ശരിക്കും ആരാണ് മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്നത്? ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ചത്തുപോകുന്നതിന്റെ ജീവൻ എടുക്കുന്നത് ആരാണ് എന്നവർ ചോദിക്കാണ്. അപ്പൊ മറുപടി അള്ളാഹുവാണ് എന്നാണല്ലോ. അപ്പൊ അവരുടെ അടുത്ത സംസാരം എന്താണെന്നറിയോ? അപ്പൊ അള്ളാഹു കൊന്നതിനെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നു, നിങ്ങൾ സ്വയം കൊന്നതിനെ നിങ്ങൾക്ക് അനുവദനീയവുമാകുന്നു. അതെന്ത് ന്യായമാണ്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്തംഭിച്ചു പോകും. കാരണം ആ നിലക്കുള്ളൊരു ചോദ്യമാണിത്, അല്ലെ? സ്വന്തം കൈകൊണ്ട് നിങ്ങൾ അറുത്തത് നിങ്ങൾക്ക് അനുവദനീയാണ്, എന്നാൽ ചത്തുപോകുന്നതിനെ യഥാർത്ഥത്തിൽ ആരാണ് വധിച്ചത്? അള്ളാഹുവാണ് വധിച്ചത്. അപ്പൊ അള്ളാഹു വധിച്ചത് നിങ്ങൾക്ക് ഹറാമുമാകുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇങ്ങനെയുള്ള പല വാദങ്ങളും പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പൊ നമുക്കും തോന്നും, ആ പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ എന്ന് നമുക്കും പലപ്പോഴും തോന്നിപ്പോകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഒരു ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുകയാണ്. അള്ളാഹു വധിച്ചതിനെ നിങ്ങൾ ഹറാമായി കാണുന്നു, അതാണ് ചത്തത്. നിങ്ങളുടെ കൈ കൊണ്ട് അറുത്തത് നിങ്ങൾക്ക് അനുവദനീയവും. അപ്പൊ അള്ളാഹുവിനേക്കാളും വലിയ പടച്ചോനായോ നിങ്ങൾ എന്ന രൂപത്തിലാണ് അവരിതിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് അള്ളാഹു വചനം അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് ഭക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു തആല അതിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന് യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ ശരിക്കും ഗ്രഹിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പല ആശയക്കുഴപ്പങ്ങളിലും നമ്മൾ തന്നെ അകപ്പെട്ടു പോകും. പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട വിവാദം ശരിക്കും അത് ആത്മഹത്യാപരമാണ്. ഒരാളെ ഇങ്ങനെ 10-13 മണിക്കൂർ സമയം പട്ടിണിക്കിടല്ലേ, വെള്ളം പോലും കുടിക്കാതെ ഈ ചൂട് കാലത്ത്. അതിനാൽ ആത്മഹത്യക്ക് കേസെടുക്കണം എന്നാണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ നമുക്കും തോന്നും, ശരിയാണല്ലോ, ഇത് ഭയങ്കര പീഡനമാണല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലെന്തോ കാര്യമുള്ളതായിട്ട് തോന്നും. അതേസമയം
മനുഷ്യാരംഭം മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ് നോമ്പ്. നോമ്പെടുത്തിട്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ എന്തിനാണ് ദൈവം ഇങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യരിൽ അത് സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ അതിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്, വ ഇന്ന കസീറൻ, നിശ്ചയം അധിക പേരും, ലയുളില്ലൂന, അളല്ല യുളില്ലു, വഴി തെറ്റിച്ചു, ആളുകളെ വഴി തെറ്റിക്കുകയാണ്, ബി അഹ്വാഇഹിം, അവരുടെ ഇച്ഛകൾ കൊണ്ട്, അവ ദേഹേച്ഛ, അതിന്റെ ബഹുവചനാണ് അഹ്വ, ബി അഹ്വാഇഹിം, അവരുടെ ദേഹേച്ഛകൾ കൊണ്ട്, ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ, യഥാർത്ഥ ജ്ഞാനമില്ലാതെ അവരവർക്ക് തോന്നുന്ന സങ്കല്പങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമാണ്. ഇന്ന റബ്ബക, നിശ്ചയം നിന്റെ നാഥൻ, ഹുവ അഅലം, അവൻ നന്നായി അറിയുന്നവനാണ്, ബിൽ മുഅ്തദീൻ, മുഅ്തദ് അതിരുവിട്ടവനെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് എന്ന് കാണാം. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. നഖം വെട്ടേണ്ടത് എങ്ങനെയാണ്, ആരാ പഠിപ്പിക്കേണ്ടത്? അള്ളാഹുവാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനാണ് പഠിപ്പിക്കേണ്ടത്. നഖം എത്രത്തോളം വളർത്തണം, അതിന്റെ പരിധി എന്താണ്, അത് എത്ര നാൾ കൂടുമ്പോൾ വെട്ടണം, കൃത്യമായിട്ട് നിയമമുണ്ട് അല്ലെ? മുടി എങ്ങനെ സംരക്ഷിക്കണം, താടി എങ്ങനെയായിരിക്കണം, വസ്ത്രം എങ്ങനെയാവണം, ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഈ ജീവിത പദ്ധതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വ്യക്തി, കുടുംബം, സമ്പത്ത്, രാഷ്ട്രം, അന്താരാഷ്ട്രം, അങ്ങനെ ഭരണകൂടം തുടങ്ങി സകല മേഖലകളിലും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദീനാണ്. അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ആ നിയമത്തിൽ നമ്മളായിട്ട് വല്ലതും കടത്തി കൂട്ടുമ്പോൾ എന്താണ്, അത് ഗുരുതരമായ നിയമലംഘനമാണ്. അതുകൊണ്ടാണ് ഇവിടെ മുഅ്തദ് എന്നുള്ള വാക്കോട് പ്രയോഗിച്ചത്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ, അതിരുവിട്ടവൻ എന്ന് പറഞ്ഞാൽ നിയമലംഘകർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവിക നിയമത്തെ ലംഘിക്കുന്നവൻ, ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമം ലംഘിക്കുന്നവൻ ചിലപ്പോ രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെടും. വളരെ ഗൗരവതരമായ വിഷയമായിരിക്കും ചിലപ്പോൾ അല്ലെ? രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചു എന്നൊക്കെ വരുമ്പോൾ വളരെ ഗുരുതരമാണ്. എന്ന് പറയുന്നത് പോലെ ദൈവികമായ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും നമ്മൾ പാലിക്കേണ്ടത്. ആ അള്ളാഹുവാണ് പഠിപ്പിച്ചത്. അതിനാൽ ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതാണ് ഈ സൂക്തത്തിലെ മുഖ്യമായ പരാമർശം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതേസമയത്ത് ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്ന് പറയും, അല്ലെങ്കിൽ ബീഫ് ഇഷ്ടമല്ല, പച്ചക്കറിയാണ് ഞാൻ കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവും. പക്ഷെ അതിനെ ഒരു നിയമമായിട്ട് അവതരിപ്പിക്കുവാൻ പാടില്ല. കാരണം നിയമനിർമ്മാണം അള്ളാഹു ആണ് നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വ്യക്തിപരമായി ഒരാൾക്ക് എന്ത് കഴിക്കണം കഴിക്കരുതെന്ന് തീരുമാനിക്കാം. പക്ഷെ അതൊരു സാമൂഹിക നിയമമായിട്ട് അവതരിപ്പിക്കുവാൻ വ്യക്തികൾക്ക് അധികാരമില്ല. അത് ദൈവികമായ അധികാരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭരണകൂടത്തിന്റെ നിയമങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പലപ്പോഴും. വ്യക്തിപരമായി ഒരാൾക്ക് ഒരു നിയമത്തെ ചില സന്ദർഭങ്ങളിൽ ഓപ്ഷൻ ഉള്ള നിയമങ്ങളാണെങ്കിൽ ഒരാൾക്ക് അത് നടപ്പാക്കാം, നടപ്പാക്കാതിരിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ള നിയമങ്ങളാണെങ്കിൽ ആവശ്യമുള്ളത് സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതേ സമയത്ത് അതൊരു സാമൂഹിക രൂപത്തിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ
ഭരണകൂടമായിരിക്കും അതിൽ തീരുമാനം എടുക്കുക. അപ്പൊ എന്നതുപോലെയാണ് ശരിക്കും ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് പ്രത്യേകം തിരിച്ചറിയണം. ഇപ്പൊ വോട്ട് ചെയ്യുന്നില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാം, ചെയ്യണം എന്ന് തീരുമാനിക്കാം. പക്ഷെ ഇവിടെ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനം വോട്ടിംഗ് ആണ്. ആ സംവിധാനത്തിനെതിരിൽ നിലകൊള്ളുവാനോ ആർക്കും സാധ്യമല്ല. കാരണം അത് ഇവിടുത്തെ സാമൂഹിക നിയമത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഭക്ഷണത്തിൽ ഓരോ ആൾക്കും ഓരോ ചോയ്സ് ഉണ്ടാകാം. പക്ഷെ അതൊരു നിയമമായിട്ട് അവതരിപ്പിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥ ഉള്ളപ്പോൾ നമുക്ക് ഏത് ഭക്ഷണവും ഹലാലാകും എന്നുള്ള സൂചന ഈ സൂക്തം നൽകുന്നുണ്ട്. ഏത് ഭക്ഷണവും, വല്ലാതെ വിശക്കാണ്, അപ്പോ അത് അറുക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് ഒരു ഭക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് കഴിക്കാനുള്ള അനുവാദമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകൾ ഖുർആൻ പണ്ഡിതന്മാർ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏതായാലും ആ വിഷയങ്ങളിൽ ഒക്കെയും ജാഗ്രത ഉണ്ടാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിർബന്ധിതാവസ്ഥ നിഷിദ്ധമായതിനെ അനുവദനീയമാക്കും എന്നത് ഒരു പൊതു നിയമമാണ്. നിർബന്ധിതാവസ്ഥ നിഷിദ്ധമായതിനെ അനുവദനീയമാക്കും. അപ്പൊ പലിശ നിഷിദ്ധമാണ്. പക്ഷെ ഒരാൾ അങ്ങേയറ്റം കടബാധ്യതയിൽ അകപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ, ലോൺ എടുത്ത് അങ്ങനെ പലിശ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ അയാൾക്ക് പലിശപ്പണം ഹലാലായിട്ട് മാറുകയാണ്. ആ നിർബന്ധിതാവസ്ഥയുടെ നിയമം ആ നിലയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ചൂഷണം ചെയ്യാൻ പാടില്ല. അവിടെ അള്ളാഹു ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടല്ലോ, ഗൈറ ബാഗിൻ വല ആദ് എന്ന് പറഞ്ഞു. ഗൈറ ബാഗിൻ വല ആദ്, അത് ഒരു നിയമം ലംഘിക്കുക എന്ന നിലക്കാവരുത്. അതുപോലെ തന്നെ കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലും ആകാൻ പാടില്ല എന്നാണ്. ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ അത് ചെയ്യാം എന്ന ആഗ്രഹത്തോടെ ആകരുത്. അവസരം കിട്ടിയപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലും ആകരുത് എന്ന നിബന്ധന ആ വിഷയത്തിൽ പ്രത്യേകമുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നിർബന്ധിതാവസ്ഥ ചിലപ്പോ നിഷിദ്ധമായതിനെ അനുവദനീയമാക്കും എന്ന ഒരു തത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേ സമയത്ത് അനിവാര്യത അതിൻ്റെതായ അവസ്ഥയിൽ മാത്രമാണ് അതിനെ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതൊരു പൊതു നിയമമായി കണ്ട് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് അതിനെ ലഘൂകരിക്കാൻ പാടില്ല എന്നതും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതാണ് 119 സൂക്തത്തിലെ പ്രധാന ആശയം എന്ന് മനസ്സിലാക്കാം. ഇനി 120 ആയത്തിലേക്ക് കടക്കുകയാണ്. പൊതുവായിട്ട് ഒരു തത്വം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് 120. وَذَرُوا ظَاهِرَ الْإِثْمِ وَبَاطِنَهُ إِنَّ الَّذِينَ يَكْسِبُونَ الْإِثْمَ سيجزون بما كانوا يقترفون. وَذَرُوا ظَاهِرَ الْإِثْمِ وَبَاطِنَهُ. വദറ യദറു, വർജിച്ചു, ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. അതിന്റെ കൽപ്പനക്രിയയാണ് ദർ, നീ ഉപേക്ഷിക്കുക. ദറു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എന്നായിരിക്കും അർത്ഥം. വദറ എന്നാണ് ഇതിന്റെ ക്രിയ. വദറ, ഉപേക്ഷിച്ചു. വദറ, വദറ, വദറു. വദറു എന്ന് വായിക്കുമ്പോൾ വാവ് ചേർത്തുകൊണ്ട് വദറു എന്നാണ് വായിക്കുന്നതെങ്കിൽ അത് ഭൂതകാല ക്രിയയാണ്. അപ്പൊ അവർ ഉപേക്ഷിച്ചു എന്നായിരിക്കും അർത്ഥം. എന്നാൽ വാവിനെ മാറ്റി നിർത്തിയിട്ട് ദർ, ദറ, ദറു എന്ന് വായിക്കുമ്പോൾ കൽപ്പനക്രിയാവും. വ ദറു, അതോടൊപ്പം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ലാഹിറൽ ഇസ്ം. ലാഹിർ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷം എന്നാണല്ലോ. ലഹറ, പ്രത്യക്ഷമായി, വെളിപ്പെട്ടു എന്നൊക്കെയാണ്. ലഹർ എന്ന് പറയുമ്പോൾ മുതുക് എന്നാണ് ആശയം. മനുഷ്യരിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അഥവാ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമാണ് മുതുക് എന്ന നിലയ്ക്കാണ് ആ ഭാഗത്തിന് ലഹർ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത് എന്നാണ് പറയാം. ലാഹിറൽ ഇസ്മ,
പ്രത്യക്ഷ പാപം, പ്രകടമായ പ്രത്യക്ഷമായ പാപം എന്നാണ് അതിൻ്റെ അർത്ഥം. ബാത്തിനഹു, ബാത്തിൻ എന്ന് പറയുമ്പോഴോ പരോക്ഷമായത് അഥവാ അകത്തുള്ളത്, ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. ബാത്തിനഹു, ഹു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മ തന്നെയാണ്. ബാത്തിനൽ ഇസ്മ അഥവാ ഒളിഞ്ഞിരിക്കുന്ന പാപത്തെയും നിങ്ങൾ ഉപേക്ഷിക്കണം. വദറു ലാഹിറൽ ഇസ്മി വബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ, പ്രകടവും അപ്രത്യക്ഷവുമായ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. എന്നിട്ട് പറയുന്നു ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, ഇന്ന നിശ്ചയം, അല്ലദീന ഒരു വിഭാഗം, യക്സിബൂന അവര് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സമ്പാദിക്കുന്നു, നേടിയെടുക്കുന്നു, അൽ ഇസ്മ പാപം നേടിയെടുക്കുന്ന ആൾക്കാരും, സയുജ്സൗൻ അവർക്ക് പിന്നീട് പ്രതിഫലം നൽകപ്പെടും, ജസാ യജ്സി പ്രതിഫലം നൽകി എന്നാണ്. ബിമാ കാനു യഖ്തരിഫൂൻ അവർ ചെയ്തു കൂട്ടിയതിനൊക്കെയും അവർക്ക് പ്രതിഫലം നൽകപ്പെടും. അതൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പ്രയോഗമാണ്. നന്മയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലമാണ്. അതേസമയം തിന്മയാണെങ്കിലോ അതിൻ്റെ ദൂഷ്യങ്ങൾ അവർക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യക്ഷ പാപവും പരോക്ഷമായ പാപവും, തെളിഞ്ഞ പാപവും ഒളിഞ്ഞ പാപവും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശം? ഇസ്മ എന്ന വാക്കിന് തിന്മ അല്ലെങ്കിൽ മ്ലേച്ഛത, പാപം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇസ്മ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇസ്മ? വൽ ഇസ്മു മാ ഹാക ഫി നഫ്സിക്, നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് പാപം. വകരിഹ്ത അൻ യത്ലിഅ അലൈഹി നാസ്, ജനങ്ങൾ അറിയുമോ എന്ന് നീ തന്നെ വെറുത്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുന്നത്, നിന്നിലുള്ള ഒരു തിന്മ ജനം അറിയുന്നത് നീ വെറുക്കുന്നു, അങ്ങനെയുള്ള കാര്യമാണ് പാപം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനഃശാസ്ത്രപരമായിട്ട് തിന്മയെ വ്യാഖ്യാനിച്ചതായിട്ട് കാണാം. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രത്യക്ഷമായ അല്ലെങ്കിൽ തെളിഞ്ഞ പാപം, അതുപോലെ തന്നെ ഒളിഞ്ഞ പാപം. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പല ആശയങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പാപകൃത്യങ്ങൾ അത് പരസ്യമായി ചെയ്യരുത്, രഹസ്യമായിട്ടും ചെയ്യരുത് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളും പരസ്യമായി ചെയ്യുന്ന പാപങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാവും. അപ്പൊ എന്താണ് രഹസ്യമായിട്ട് ചെയ്യുന്ന പാപം? നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് മോഷണം, മറ്റൊരാൾ അറിയാതെ, ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവില് അല്ലെങ്കിൽ മറ്റാരും കൂടെ ഇല്ലാതെ അങ്ങനെയായിരിക്കും മോഷണം നിർവഹിക്കാം. അതല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഇപ്പോൾ വ്യഭിചാരമോ അതുപോലെ അശ്ലീലമോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. അതേസമയത്ത് പ്രത്യക്ഷത്തിലുള്ള പാപങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിഗ്രഹാരാധന, അല്ലെ? അത് വലിയ ഒരു സമൂഹം ഒരുമിച്ച് കൂടിയിട്ട് ആഘോഷപൂർവമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരാളുടെ ജീവനും സമ്പത്തിനും നേരെയുള്ള അതിക്രമം, വീട്ടിൽ കയറിയിട്ട് പട്ടാപ്പകൽ ഒരാളെ ആക്രമിക്കുക, വധിക്കുക, അല്ലെങ്കിൽ വീട് കൊള്ള ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രകടമായ രൂപത്തിലുള്ള തിന്മകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തിന്മകളും സംഭവിക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ ഒരാശയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ലാഹിറുൽ ഇസ്മും അതുപോലെ തന്നെ ബാത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ആ നിലയിലുള്ള ഒന്ന് സംഭവിക്കും. രണ്ടാമത്തേത് പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ മോഷണം അല്ലെങ്കിൽ മദ്യപാനം, കൊലപാതകം തുടങ്ങിയ സംഗതികളാണ്. പരോക്ഷം എന്നത് എന്തായിരിക്കും? പരോക്ഷം എന്നത് മനസ്സിനകത്തുണ്ടാകുന്ന തിന്മകൾ. ഉദാഹരണത്തിന് മനസ്സ് ദുഷിച്ചു പോകാം, അസൂയ, വിദ്വേഷം, ആർത്തി, അതുപോലെ ദയയില്ലാത്ത പരുക്കൻ പ്രകൃതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒരാളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ആന്തരികമായ തിന്മകൾ എന്ന് മനസ്സിലാക്കും. എല്ലാം ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഒരേപോലെ രഹസ്യവും പരസ്യവുമായ ഒരു തിന്മയും ചെയ്യരുതെന്ന് പറയുമ്പോൾ മനസ്സ വാച കർമ്മണ തിന്മ സംഭവിക്കാതിരിക്കാം. മനസ്സിനും തിന്മ ഉണ്ടാകരുത്, വാക്കിലൂടെ തിന്മ സംഭവിക്കരുത്, കർമ്മത്തിലൂടെയും തിന്മ സംഭവിക്കരുത് എന്നായിരിക്കും അതിൽ നിന്ന്
മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഈ പ്രയോഗം നടത്തിയത് എന്തിനാണ്? രഹസ്യമായും പരസ്യമായും തിന്മ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ അള്ളാഹു താല നിയമം അവതരിപ്പിച്ചു. എന്താണ്? അള്ളാഹുവിന്റെ നാമത്തിൽ ഉച്ചരിച്ചതേ കഴിക്കാൻ പാടുള്ളൂ. വേറെ ആരുടെ പേരിലും ഒന്നും നേർച്ചയാക്കരുത് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ പല ചിന്തകളുണ്ട്. മറ്റുള്ളവരുടെ പേരിൽ അറുത്താൽ എന്താണ്, നേർച്ചയാക്കിയാൽ എന്താണ്, പിന്നെ എന്താ ചെയ്യുക? അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അതിനെ ലംഘിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ മനസ്സിൽ നേരത്തെ കുടികൊണ്ടിട്ടുള്ള അന്ധവിശ്വാസം, അത്തരത്തിലുള്ള ബഹുദൈവത്വ സങ്കല്പങ്ങൾ ഒക്കെ മനസ്സിനകത്തുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോ ഇസ്ലാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? മനസ്സിന്റെ ഉള്ളിൽ ഈ തെറ്റ് ചെയ്യണമെന്നുണ്ട്, എന്നാൽ പ്രത്യക്ഷത്തിൽ ചെയ്യാനും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ തന്നെ അങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചേക്കും. അള്ളാഹു അല്ലാത്ത പലരുടെ പേരിലും നേർച്ച വഴിപാടുകൾ നടത്തുന്ന ശീലം മുസ്ലിം സമൂഹത്തിനകത്തും കാണാം. അപ്പൊ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അയ്യോ അത് കാരണവന്മാരായിട്ട് ചെയ്തു വരുന്നതാണ്, അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത കൊണ്ട് നടക്കുക. അപ്പൊ എന്തായി? മനസ്സ് തിന്മകൾ നിറഞ്ഞ അല്ലെങ്കിൽ പാപപങ്കിലമായ വിശ്വാസപരമായി ദുർബലപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. ഒരു സത്യത്തെ സ്വീകരിക്കുമ്പോൾ അത് എല്ലാ നിലയിലും ആകണം, അകവും പുറവും ഒരുപോലെ അതിനെ സ്വീകരിക്കാൻ സന്നദ്ധമാകണം എന്നതാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അകത്ത് ഒരു തിന്മയെക്കുറിച്ച് അത് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുക, അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്ന് തോന്നുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അകം പാപപങ്കിലമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അവസരം കിട്ടുമ്പോൾ അത് ചെയ്യുമ്പോഴോ അത് പ്രത്യക്ഷത്തിലും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല അതോട് ചേർത്ത് പറയുന്നു, ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, ഇങ്ങനെ പാപം സമ്പാദിക്കുന്നവർ, സയുജ്സൗൻ, അവർക്ക് പ്രതിഫലം നൽകപ്പെടും, ബിമാ കാനു യഖ്തരിഫൂൻ, അവർ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയതിന്, ചെയ്തു കൂട്ടിയതിന് എന്നാണ് പറയുന്നത്. ഇഖ്തറഫ എന്ന വാക്കാണ് രണ്ടാമത് ഉപയോഗിച്ചത്. ആദ്യം കസബ പറഞ്ഞു, പിന്നീട് ഇഖ്തറഫ എന്ന് ചേർത്ത് പറഞ്ഞു. ഇപ്പൊ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കസബ എന്ന് പറയുമ്പോൾ നന്മ സമ്പാദിക്കുന്നതിനും തിന്മ സമ്പാദിക്കുന്നതിനും ഒക്കെ കസബ പറയും. അതൊരാൾ ബോധപൂർവം പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതേസമയം ഇഖ്തറഫ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലമായിട്ട് അയാളിലേക്ക് തിരിച്ചു വരുന്ന എന്താണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരാൾ ബഹുദൈവവാദിയാകുമ്പോൾ അയാൾ സ്വയം നരകത്തിന്റെ വഴി തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഒരാൾ പാപകൃത്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം നരകത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അയാൾ ഏറ്റെടുത്തേ പറ്റും. ഇഖ്തറഫ എന്നതില് അങ്ങനെ ഒരു ആശയമുണ്ട്. ഇപ്പോൾ ഒരു കർമ്മം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം നമുക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാമല്ലോ. പക്ഷെ ഇഖ്തറഫ പ്രയോഗിക്കുമ്പോൾ അത് നീ ചെയ്തതിൻ്റെ ഫലം നീ തന്നെ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നിന്റെ തലയിൽ, നിന്റെ ബാധ്യതയായിട്ട് അത് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരാശയം ഇഖ്തറഫയിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ കൂടുതലും തിന്മയോട് ചേർത്തുകൊണ്ടാണ് ഇഖ്തറഫ പ്രയോഗിക്കപ്പെടുന്നത്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തിന്മ അയാൾക്ക് ഒരു പാപത്തിന്റെ സമ്പാദ്യമായിട്ട് മാറുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നന്നായി ആലോചിക്കേണ്ട സൂക്തങ്ങളാണിത്. നമ്മുടെ സമുദായത്തിൽ പോലും അനാചാരങ്ങളായും അന്ധവിശ്വാസങ്ങളായിട്ടും അള്ളാഹു അല്ലാത്തവരുടെ പേരില് നേർച്ച വഴിപാടുകൾ സ്വീകരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വിശ്വാസപരമായ വൈകല്യങ്ങളിലേക്കാണ് നമ്മൾ ചെന്നുപെടുന്നത്. അതിനാൽ നിഷ്കളങ്കമായ, നിഷ്കപടമായ, കലർപ്പില്ലാത്ത ഏകദൈവത്വ സിദ്ധാന്തത്തിന്റെ വക്താക്കളായി മാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം വിശ്വാസം ദുർബലപ്പെട്ട് അന്ധവിശ്വാസ അനാചാരങ്ങളിൽ ചെന്നുപെടുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ തെളിച്ചമുള്ള ഈമാനിനെ ശക്തിപ്പെടുത്തിയെടുക്കുവാനും എല്ലാ കലർപ്പുകളിൽ നിന്നും മനസ്സിനെ ശുദ്ധി ചെയ്തെടുക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ നാഥ.
എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിലെ ഒരു ഉമ്മ അള്ളാഹുലേക്ക് യാത്രയായി. ജമീല ഉമ്മ എന്നാണ് ഉമ്മയുടെ പേര്. പത്രങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിരിക്കും. വലിയ ഒരു ധീരമായ നിലപാടെടുത്ത് സത്യമാർഗത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ഉമ്മയാണ് അവര്. ഹിദായത്തിലായ ഉമ്മയാണ്. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവരുടെ ആദ്യ കുടുംബത്തിലെ മക്കളുടെ കൂടെ ജീവിക്കുന്നു. എന്നാൽ ഇസ്ലാമികമായ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ ഈ മക്കൾ ആ ഉമ്മയോട് അങ്ങേയറ്റം സ്നേഹിച്ചും ആദരവ് പ്രകടിപ്പിച്ചും കൂടെ നിൽക്കുന്നു. മരണാസന്നമായ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലു അമ്മേ എന്ന് ഈ മക്കളാണ് ഈ ഉമ്മയ്ക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ വേറിട്ടൊരു കാഴ്ച. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത്തരം കാഴ്ചകൾ വളരെ അപൂർവമായിരിക്കും. സമൂഹത്തിന് വലിയ പാഠം നൽകുന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ഉമ്മ അള്ളാഹുലേക്ക് യാത്രയായി. അള്ളാഹുവെ, ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. സ്വർഗലോകത്ത് അത്യുന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സത്യമായി തിരിച്ചറിയുവാൻ സമൂഹത്തിന് നമുക്കെല്ലാവർക്കും അള്ളാഹുവെ തൗഫീഖ് നൽകണേ. അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷ നേടുവാൻ തൗഫീഖ് നൽകണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.